ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം തന്നെ വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം വികസിത ഭാരതം. ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ഒരു സ്ഥാനാർത്ഥി, അതാണ് ഇവിടുത്തെ പ്രത്യേകത. വളരെ വലിയ വിജയപ്രതീക്ഷയാണ്. കാരണം നിലമ്പൂര് ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അൻവറല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം കിട്ടിക്കാണും. പക്ഷേ ഇനി അത് മാറ്റം വരും. നാളുകളിൽ നോക്കിക്കോ, നാളുകൾ ഞങ്ങൾ മുന്നോട്ട് പോകും. നിലമ്പൂരിൽ BJP-യിലേക്ക് വളരെ ധാരാളം വർഗീസികൾ ഉൾപ്പെടെ എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. നിലമ്പൂർ ഞങ്ങൾക്കൊരു ബാലികേറ മലയല്ല. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചേരുന്നു. സർ നമസ്കാരം. വിജയപ്രതീക്ഷകൾ എത്രമാത്രമാണ്? വളരെ വലിയ വിജയപ്രതീക്ഷയാണ്. കാരണം നിലമ്പൂര് ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അല്പം വൈകിപ്പോയി എന്നൊരു ആക്ഷേപം പരക്കെയുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലായി എന്നുള്ളൊരു ഇതുണ്ടോ? ഞങ്ങൾ നാളെ മുതൽ ബഹുദൂരം മുന്നിലാവും. അവരുടെ മുന്നിൽ ഞങ്ങൾ എത്തും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇവിടെ എല്ലാവരും സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ എത്തും. നിലമ്പൂര് പോലെ ഒരു മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. മലയോര മേഖലയാണ്. ടാപ്പിംഗ് തൊഴിലാളികൾ അതുപോലെ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അവിടെ ഇത്തരത്തിലൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സാധ്യതകൾ എത്രമാത്രം? എല്ലാ സാധ്യതകളും ഉണ്ട്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ഒരു സ്ഥാനാർത്ഥി, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇപ്പം പ്രധാനമായിട്ടും ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത് LDF-ന്റെയും UDF-ന്റെ അതുപോലെ തന്നെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന PV അൻവറിന്റെയാണ്. ഇപ്പം ഈ ഒരു സ്ഥാനാർത്ഥികൾ അൻവറാണ് ഇപ്പം വലിയ രീതിയിൽ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് കാടടച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അൻവറിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അൻവറല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം കിട്ടിക്കാണും. പക്ഷേ ഇനി അത് മാറ്റം വരും. നാളുകളിൽ നോക്കിക്കോ, നാളുകൾ ഞങ്ങൾ മുന്നോട്ട് പോകും. LDF-നും UDF-നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. എല്ലാവർക്കും പ്രസക്തിയുണ്ട്. മത്സരത്തിൽ എല്ലാവർക്കും പ്രസക്തിയുണ്ട്. കേവലം ഒരു ചെറിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പോലും പ്രസക്തി ഉണ്ടാവും. അതല്ലേ മത്സരം. നമ്മളെല്ലാവരും അല്ലേ ഓടുക. അത് എല്ലാവർക്കും പ്രസക്തിയുണ്ട്. ആർക്കും പ്രസക്തി കുറവല്ല. ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടാണ്. ഇതൊരു അവികസിത മേഖലയാണ്. ഇടത് വലത് മുന്നണിയിൽ നിന്നും ജയിച്ച MLA-മാർ ഈ മേഖലയെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതിനൊരു മാറ്റം വരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം തന്നെ വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം വികസിത ഭാരതം. അതേപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ മുദ്രാവാക്യം വികസിത കേരളം. നിലമ്പൂരിന്റെ സമഗ്ര വികസനമാണ് NDA ഉദ്ദേശിക്കുന്നത്, BJP ഉദ്ദേശിക്കുന്നത്. ജൂൺ മാസം 23-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും താമര വിരിയുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഞാനത് പറയാൻ കാര്യം, 2004 ഇലക്ഷന് NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ്, മുൻ കേന്ദ്രമന്ത്രിയെ എല്ലാവരും എഴുതിത്തള്ളിയാണ്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എന്തായി? അവിടെ വലിയ പ്രചരണം നടത്തി. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ പ്രചരണം മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയവരൊക്കെ പിന്നോട്ട് പോയി. NDA സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു കയറി. തീർച്ചയായും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നിലമ്പൂരിലുള്ളത്. ആ ഒരു വലിയ അത്ഭുതം നിലമ്പൂരിൽ സംഭവിക്കും. നിലമ്പൂർ BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയല്ല. അല്ല, ഒരിക്കലും അല്ല. നിലമ്പൂരിൽ BJP-യിലേക്ക് വളരെ ധാരാളം വർഗീസികൾ ഉൾപ്പെടെ എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. നിലമ്പൂർ ഞങ്ങൾക്കൊരു ബാലികേറ മലയല്ല. തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ഇതൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പരസ്യമായി പ്രഖ്യാപിക്കും. അതാണ് കാണാൻ പോകുന്നത്. വിജയപ്രതീക്ഷയുണ്ടല്ലേ?